നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇലക്ട്രോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ, ഈ എടുക്കുന്ന ടാങ്കാണ് കേട്ടോ. ഈ ഒരു സെൽഫ് ക്ലീനിങ് ടാങ്കും അതുപോലെ തന്നെ നമ്മളെ ബാത്റൂം ഫിറ്റിങ്സ് ടാപ്പുകളും കാര്യങ്ങളൊക്കെ വെച്ചത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇതാണിപ്പം ഇതിപ്പോൾ ബാത്റൂമിലെ ഫിറ്റിങ്സ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. പോയിന്റുകളൊക്കെ ഉള്ളിൽ പോയി. VVN പ്ലാസ്റ്റ് എന്ന സംഗതിയാണ് ഇതിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു. നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ പുറത്ത് വന്നു. ഇപ്പോൾ ഇത് അകത്ത് പോയി. അതിൻ്റെ വിഷയം പറഞ്ഞാൽ അപ്പോൾ ഇവർ പുറത്ത് വന്ന സ്ഥിതിക്ക് മറ്റേ സ്വിച്ച് ബോർഡൊക്കെ പുറത്ത് വന്ന സ്ഥിതിക്ക് ഇവർ പറഞ്ഞ് ഞങ്ങൾ ആ ബാത്റൂമിലും ഇതന്നെയാണ് ചെയ്യണത്. ഇത് തേക്കാത്ത മുന്നേട്ടോ പ്ലംബിങ് ചെയ്ത് അവർ തേപ്പ് ഇല്ല, തേപ്പിന് പകരം ഈ ഒരു കെമിക്കലാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് അവർ പറഞ്ഞ് ഒരു കുറഞ്ഞ കനം ഇട്ടാൽ മതി. അപ്പോൾ ആ ഒരു കനത്തിൽ ഞങ്ങൾ തേച്ച് പോലും ഇപ്പോൾ ഒരു പുട്ടിക്കാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ആ പുട്ടിക്കാനം വിട്ട് ഒരു അരഞ്ച് പിന്നെ ഇതിനുള്ളതും വിട്ട് ടൈലിനുള്ളതും വിട്ട് അങ്ങനെ ഞങ്ങൾ ഇത് ചെയ്തത്. അപ്പോൾ അവർ എന്താ ചെയ്ത് കനം കൂട്ടി തേച്ചാഞ്ഞ് അങ്ങനെ ടൈലിൻ്റെ കനം കൂട്ടി വന്നപ്പോൾ ഉള്ളിലായി. പിന്നെ നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റ് തേക്കേണ്ടത് എന്താ വെച്ചാൽ ഈ കട്ടിങ്ങിൽ ഞങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ വൈറ്റ് സിമെൻറ്റ് തേക്കും. എന്താ വെച്ചാൽ ലീക്ക് വന്ന ത്രെഡ്സിലൂടെയൊക്കെ ലീക്ക് വരും ചില സമയങ്ങളിൽ. ചിലപ്പോൾ ബൈ ചാൻസിൽ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ത്രെഡ്സിൽ വരുന്ന ലീക്ക് ടൈലിലൂടെ തന്നെ പുറത്തേക്ക് ഇങ്ങോട്ട് വരും, ബാത്റൂമിലേക്ക് തന്നെ വന്നു. അത് നേരെ മറിച്ച് അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ആ ഗ്യാപ്പിൽ ടൈലിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ഗ്യാപ്പ് കൂടെ നേരെ ഇറങ്ങിയിട്ട് ചുമര് നനഞ്ഞ് നല്ല പൂലായിട്ട് കുറേ ചിലപ്പോൾ ഒരുപാട് ദിവസം പിടിക്കും. അത് പൂലായി ബാക്ക് ഒന്നായിട്ട് നനഞ്ഞ് നാശമായി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് കേട്ടോ ഇതിങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ ബാത്റൂമിലെ ഫിറ്റിങ്സൊക്കെ ഏകദേശം കഴിഞ്ഞു. അത് ആപ്പഡിസ്റ്റിൽ വാഷ് ബേസിനാണുള്ളത്, പിന്നെ ഹീറ്ററുണ്ട്, 2 ടാപ്പ്, പിന്നെ ഷവർ, ഹെൽത്ത് ക്ലോസറ്റ്, നമ്മൾ ക്ലോസറ്റ്. അപ്പോൾ ഇതിൻ്റെ ടാപ്പിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷവറിൻ്റെ ഒക്കെ ഹെഡ് ഞങ്ങൾ അയച്ചു വെക്കും കേട്ടോ. എന്താ വെച്ചാൽ ടാപ്പിൻ്റെ ഫിൽറ്ററൊക്കെ എന്താ വെച്ചാൽ ഇതിന് ഓണാക്കുമ്പോൾ ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും നമ്മളെ വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ പിന്നെ ഇതിൽ വന്ന് നരയാതെക്കാൻ അടഞ്ഞ് പോകാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ക്ലോസറ്റ് നമ്മൾ ഉറപ്പിക്കൽ സിലിക്കണിലല്ല കേട്ടോ, സിലിക്കണിൽ ഉറപ്പിക്കലില്ല ഞങ്ങൾ. ഇതുപോലെ വൈറ്റ് സിമെൻറ്റിലാണ് ഇടല്. വൈറ്റ് സിമെൻറ്റിലാവുമ്പോൾ നല്ല വൃത്തിയിലവിടെ നിൽക്കും. സിലിക്കണ് കുറച്ച് കഴിഞ്ഞാൽ കറ കുത്തിയിട്ട് ഒരു കറുത്ത കറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ നിൽക്കും. പിന്നെ എല്ലാവരും എടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മളിത് സാധാരണ ഇത് വയ്ക്കുക. അപ്പോൾ അത് പിന്നെ നല്ല ഉറപ്പ് തന്നെ അവിടെ കിടന്നോളും. അപ്പോൾ ബാത്റൂമിൽ ക്ലോസറ്റ് വെക്കേണ്ട ബാത്റൂമിൽ ഞാൻ പൊളിച്ച് മാറ്റേണ്ടൊക്കെ അവസ്ഥ വരുമ്പോഴൊക്കെയാണ് ക്ലോസറ്റ് എടുക്കേണ്ട ആവശ്യം വരിക. പിന്നെ എന്തെങ്കിലും കുടുങ്ങുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒന്നും ഇല്ലാതാക്കാനുള്ള മുൻകരുതലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷവർ. നമ്മളിത് നല്ല ഫോഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ആ ടാങ്ക് അങ്ങനത്തെ ടാങ്ക് വെച്ചുകൊണ്ട് സെൽഫ് ക്ലീനിങ് ടാങ്ക് ആകുമ്പോൾ ഒരു സ്റ്റാൻഡ് കൂടി അതിൻ്റെ കൊടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ഇറ്റും കൂടി വന്നുകൊണ്ട് നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. അപ്സ്റ്റെയറിലാണ് ഇപ്പോൾ ഇത് നല്ല ഫോഴ്സിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് ക്ലോസറ്റൊക്കെ ഉണ്ടല്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് വെള്ളം ഫോഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടാങ്ക് എങ്ങനെ വെച്ച് നമ്മൾ നോക്കലാ. അപ്പോൾ ഇതാണ് ടാങ്ക്. ടാങ്കിൻ്റെ 4 കാലും നമ്മൾ ആങ്കർ ബോൾട്ട് ഇട്ട് ടൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആങ്കർ ബോൾട്ട് ഇട്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ 4 കാല് ടൈറ്റാക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ടാങ്ക് വെക്കാൻ കെട്ടിയ സ്റ്റാൻഡിന് മേലാണ് ഈ ഒരു സ്റ്റാൻഡ് കൂടി കയറ്റി വെച്ച്. അപ്പോൾ അപ്സ്റ്റെയറിന് മെയിൻ സ്ലാബിൻ്റെ മേലേക്ക് 4 പില്ലർമേൽ ഒരു സ്റ്റാൻഡ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മേലേക്കാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ടാങ്ക് ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ കയറ്റിയതുകൊണ്ടാണ് നമ്മൾ ലാമിനേഷൻ കാര്യങ്ങളൊക്കെ ടൈമിൽ വന്നത്. അപ്പോൾ അതൊക്കെ പറിച്ച് കളഞ്ഞ് പിന്നെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ കണക്ഷനൊക്കെ ആയി. ഇതാണിപ്പോൾ ഫൈനൽ കണക്ഷൻ കൊടുത്തിട്ടുള്ള രീതി കേട്ടോ. നമ്മളെ താഴത്തു കൂടെ പോകുന്ന ലൈനാണ് ഇപ്പോൾ നമ്മളെ ഡ്രൈനേജ് ലൈന്. അപ്പോൾ ഈ ഡ്രൈനേജ് ലൈന് ഞങ്ങൾ താഴത്താണ് കേട്ടോ അതിൻ്റെ വാൾവ് കൊടുത്തിട്ടുള്ളത്, ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാങ്ക് തന്നെയാണ് വെക്കണത് എന്നുള്ള അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയുകയാണ് പാർട്ടി ഞങ്ങൾ ഇങ്ങനത്തെ സെൽഫ് ക്ലീനിങ് ടാങ്കാണ് വെക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പൈപ്പ് അതിനനുസരിച്ച് അടിച്ച് വെക്കാം. നേരെ മറിച്ച് സാധാ ടൈപ്പാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ, വെറുതെ ഒരു പൈപ്പ് അടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ടൈപ്പാണെങ്കിൽ തന്നെ പ്രത്യേകം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു വാൾവൊക്കെ ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ വാൾവ് വെച്ച സ്ഥലം നോക്കി
ഇപ്പോൾ ഇതാണ് താഴത്തേക്ക് ഇപ്പം പിന്നെ ബാത്റൂമിൻ്റെ പൈപ്പായാലും 4 ഇഞ്ച് പൈപ്പ് 2 ഇഞ്ച് പൈപ്പൊക്കെ താഴത്തെ ലൈനിലേക്കാണ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഓഫായി കിടക്കുന്ന വാൾവാട്ടാണ് ഡ്രൈനേജ്, മറ്റേതാണ് മെയിൻ വാൾവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം, ടാങ്കിലേക്ക് വെള്ളം വരുന്നത്. അപ്പോൾ ചില ടാങ്കൊക്കെ നോർട്ടൺ വാൾവ് ഉണ്ടാകുന്നുണ്ട് ഈ ഇൻലെറ്റിൽ. ഇതിന് ഒരു ഹോൾസാണ് ഇട്ടിട്ടുള്ളത്, കമ്പനി ഇട്ടാൽ ഞങ്ങൾ ഇട്ടല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.